ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. തികച്ചും വ്യത്യസ്തമായ എന്നാൽ അധികമാരും കഴിച്ചിട്ടില്ലാത്ത ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് പച്ചച്ചക്ക കൊണ്ടുള്ള ചക്ക വടയാണ് ഇന്നത്തെ വീഡിയോ. ചക്ക സീസണിൽ ചക്ക കൊണ്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത ചക്കയുടെ റെസിപ്പിയുടെ വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള വട കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക വട തയ്യാറാക്കുന്നതിന് ആദ്യമായി പച്ചച്ചക്ക 10-15 എണ്ണം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അത് ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവ മാവിലാണ് വട തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് റവ മാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ച ചക്ക പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. അത് കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ കരിവേപ്പില കൂടി ചേർക്കാം. പെരുംജീരകം ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് കുറേശ്ശെ വെള്ളം ചേർത്ത് വടയ്ക്കുള്ള മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് കുഴച്ച് വെച്ച മാവ് ഓരോ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. ആ സമയം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഉരുളകളായി ഉരുട്ടി വെച്ച മാവ് കയ്യിൽ വെച്ച് പരിപ്പ് വടയ്ക്ക് പരത്തുന്ന പോലെ ചെറിയ കനത്തിൽ പരത്തിയെടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ചക്കവട തയ്യാറായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കടലമാവിലും നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. റവയിൽ പ്രിപ്പയർ ചെയ്തപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്